അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് വിമർശകന്മാർ, ഫെമിനിസ്റ്റുകളായ ആളുകൾ പറയുന്നത് പോലെയല്ല ഇസ്ലാമിലെ സ്ത്രീയുടെ അവസ്ഥ എന്ന രീതിയിൽ എന്നത് ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പലരുടെ സംസാരങ്ങളും ശത്രുക്കളായ ആളുകളുടെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവർ ഏത് ഇസ്ലാമിലെ സ്ത്രീകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അവർ പറയുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനമില്ല, ഒരു തൂക്കവുമില്ല, ഒരു അടിമയെ പോലെയാണ്, അല്ലെങ്കിൽ ഈ ഫർദക്കുള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ് അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. ഇനിയിപ്പോൾ അവർ പറയുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് മറിച്ച് അവർ പറയുന്ന സ്വാതന്ത്ര്യം അവർക്ക് അർദ്ധരഗ്നരായി അവർക്ക് നടക്കണം. അതുപോലെ അവർക്ക് എവിടെയും ഏത് രീതിയിലുള്ള ജോലികൾ ചെയ്യാനും അവരെ പുറത്തു പോകാനും ഒറ്റയ്ക്ക് പോകാനും ഇതൊക്കെ അനുവദിക്കണം. എന്നിട്ട് നമ്മളതിൻ്റെ കാണുന്ന അനന്തര തിക്തഫലം എന്താണ്? നമ്മൾ കാണുന്നത് എത്രയെത്ര പീഡനങ്ങളാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നത്, എത്രയെത്ര മോശം കമൻറ്റുകളാണ് സ്ത്രീകൾക്ക് നേരെ വരുന്നത്. സിനിമാ മേഖലയിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എത്രയെത്ര സ്ത്രീകളാണ് അവരുടെ പരാതികൾ അവർ പറയുന്നത്. രഹസ്യമായും പരസ്യമായി അവർ പറയുന്ന പ്രശ്നങ്ങൾ അവരെ വല്ലാതെ മാനസികമായി പല പ്രശ്നങ്ങളും അവർ നേരിടുന്നു എന്നാണ് സ്ത്രീകൾ സ്വാതന്ത്ര്യം പറഞ്ഞ് പോയ സ്ത്രീകളിൽ നമ്മൾ കാണുന്നത്. മാനസികമായി പല പ്രശ്നത്തിലും അവർ അകപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് പോയെടുത്ത് ഒരു സ്വാതന്ത്ര്യമില്ല. കാരണം എന്താ? എനിക്കൊരു മുതലാളിയുടെ അല്ലെങ്കിൽ ഒരു മാനേജറുടെ, ഒരു മുതലാളിയുടെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥ. അവരിൽ നിന്ന് വഴക്കും ചീത്തവിളിയും വഴക്കുകളും പ്രശ്നങ്ങളും ചില മർദ്ദനങ്ങൾ പോലും ഏൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ അടുത്ത കാലത്തൊരു പെൺകുട്ടി അവരുടെ ഈ ഡിപ്രഷൻ കാരണം മരണപ്പെട്ടു. ജോലിയുടെ പ്രഷർ കാരണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് സ്ത്രീകൾ എന്നത് യാഥാർത്ഥ്യമാണ്. മറിച്ച് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ തൂക്കം നൽകുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിലെ സ്ത്രീ എങ്ങനെയാണ് ഇസ്ലാമിലെ ഓരോ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും തൂക്കുമെന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കാനാണ് ഈ ഒരു സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ സ്ഥാനം നൽകുന്ന ആർക്കാണ്? നമ്മളുടെ മാതാവിനാണ്. മാതാവിൻ്റെ സ്ഥാനം എത്രയാണ് ഇസ്ലാമിൽ? ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ നന്നായി പെരുമാറേണ്ടത് അവൻ്റെ മാതാപിതാക്കളോട്. ഒരവസരത്തിൽ ഒരാൾ യുദ്ധത്തിന് വേണ്ടി വന്നു പ്രവാചകൻ്റെ അടുത്ത്. ആയുധം ഉപയോഗിച്ചുള്ള ജിഹാദിന് ഞാൻ തയ്യാറാണ് പ്രവാചകരെ, എനിക്ക് ആയുധം ഉപയോഗിച്ച് ജിഹാദ് ചെയ്യണം. ആ പ്രവാചകൻ ചോദിച്ചത്, നിനക്ക് മാതാപിതാക്കളില്ലേ? അവർ എനിക്കൊരു മാതാവുണ്ട്, ഒരു വാർദ്ധക്യത്തിലാണ്, അവരെ പോയി നീ ശുശ്രൂഷിക്കുക, അവരെ പരിചരിക്കുക. അതാണ് ജിഹാദ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും മടക്കി അയക്കുകയും ചെയ്തു. അത് യുദ്ധം വാളുപയോഗിച്ച് ചെയ്യുന്ന ജിഹാദിനേക്കാൾ ഏറ്റവും പ്രാധാന്യം തൻ്റെ മാതാവിന് നന്മ ചെയ്യൽ. അതുപോലെ മറ്റൊരു സഹാബിയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളോട് പറയുകയാണ് പ്രവാചകൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളോട് പ്രവാചകൻ പറഞ്ഞു, ഒരു സഹാബിയുണ്ട്, ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാണ്. ആ മനുഷ്യനാരാ? ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? ആ മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ ആ മനുഷ്യനോട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാവമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ പറയണം. ആ പിൽക്കാലത്ത് ഒരു സംഘത്തോടൊപ്പം ആ മനുഷ്യൻ കടന്നു വരുന്നതും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നതും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചരിത്രത്തിൽ. പക്ഷേ അവിടെ ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? ആ മനുഷ്യൻ തൻ്റെ മാതാവിന് അത്രയും സ്ഥാനവും തൂക്കവും നൽകി ആ മാതാവിനെ ശുശ്രൂഷിച്ചു, സംരക്ഷിച്ചു, ആ മാതാവിന് വേണ്ടി ജീവിതം തന്നെ ഒഴിച്ചു വെച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്രത്തോളം മാതാവിന് സ്ഥാനമുണ്ട്. അതുപോലെ എന്ന് പോലും നിങ്ങളുടെ മാതാപിതാക്കൾ ഉഫ് എന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചത്. അവർക്ക് വാർദ്ധക്യം ബാധിച്ചാൽ അവരോട് എന്ന വാക്കുപോലും നിങ്ങൾ പറയരുത്. അതുപോലെ ഏറ്റവും നല്ല നിലയിലല്ലാതെ അവർ ആദർശപരമായി നിങ്ങളുടെ ആദർശമല്ലെങ്കിലും നിങ്ങളുടെ ആശയ ശത്രുക്കളാണെങ്കിൽ പോലും, ആദർശ ശത്രുക്കളാണെങ്കിൽ പോലും, ഇസ്ലാമിൻ്റെ അതല്ലാതെ ആദർശം സ്വീകരിച്ചവർ മറ്റു ഇതര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നാൽ പോലും നിങ്ങൾ അവരുടെ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം. നിങ്ങൾ ദുനിയാവിൻ്റെ കാര്യത്തിലെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുകയാണ്. മാതാവിൻ്റെ സ്ഥാനവും തൂക്കവും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏറ്റവും നന്നായിട്ടല്ലാതെ അവരോട് നമ്മൾ വർത്തിക്കാൻ പാടില്ല. അതേപോലെ ഒരു മകൾ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, 3 പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്തുള്ള അവസ്ഥ എന്താണ്? സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടുമായിരുന്നു അവർ. പെൺകുട്ടികൾ ജനിച്ചെന്ന, ഇപ്പോൾ ഖുർആൻ പറയുന്നുണ്ട് ആ ഭാഗം, ഒരു പെൺകുട്ടി ജനിച്ചെന്ന സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖത്ത് മ്ലാനത ബാധിക്കുന്നു. മുഖത്താകെ ബേജാർ. എന്തിൻ്റെ കാരണത്താൽ? ഈ കുട്ടിയെ ജീവനോടെ കുഴിച്ചുമൂടണോ അല്ല ഈ അപമാനം പേരിക്കൊണ്ട്, ഈ വലിയൊരു അപമാനം പേരിക്കൊണ്ട് ഈ കുട്ടിയെ പോറ്റി വളർത്തണോ? എന്താ അപമാനം? ഈ കുട്ടി ജനിച്ചത്, ഈ പെൺകുട്ടിയായിപ്പോയി ജനിച്ചത്. അങ്ങനെയുള്ള കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു അവരോട് പറഞ്ഞത്, 3 പെൺകുട്ടി ഒരാൾക്കുണ്ടായി, അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, നല്ല രീതിയിൽ അവളെ പഠിപ്പിക്കുകയും വിദ്യാഭ്യാസമൊക്കെ നൽകുകയും വിവാഹം ചെയ്തയക്കുകയും ചെയ്തു. അവർക്ക് സ്വർഗമുണ്ട്. ഒരു വനിത എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു പ്രവാചകരെ, 2 ആണെങ്കിലോ?
പ്രവാചകൻ പറഞ്ഞു 2 ആളുകളാണെങ്കിൽ അതെ. മറ്റൊരു ഹദീസിലുള്ളത് പ്രവാചകൻ പറഞ്ഞു ഞാനും അവന് സ്വർഗത്തിൽ ഇതുപോലെ പ്രവേശിക്കുമെന്നാണ്. 2 ചൂണ്ടുവിരലും മറ്റൊരു വിരലും ഉയർത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു കാണിച്ചു കൊടുത്തു, ചേർത്തിക്കൊണ്ട്. യതീമിനെ സംരക്ഷിക്കുന്നവൻ ഞാനും ഹാക്കഥ എന്ന് പറഞ്ഞില്ലേ, ഞാനും ഇതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ പെൺകുട്ടികളെ പോറ്റി വളർത്തി നല്ല രീതിയിൽ അയച്ചവന് സ്വർഗത്തിൽ ഞാനും അവനും പ്രവേശിക്കും. അതുപോലെ പിന്നെ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയുള്ള സമയത്താണ് ഈ പ്രവാചകൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾ എങ്ങനെയുള്ള സ്ത്രീകളുടെ അവസ്ഥ അന്നത്തെ കാലത്ത് നിന്ന്. അതുപോലെ നല്ല രീതിയിൽ അവരെ നോക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഒരു പിതാവിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഒരു സഹോദരിയാണെങ്കിലും, ഇപ്പോൾ ഒരാൾക്ക് സഹോദരിയുണ്ട്, 2-3 സഹോദരിമാരുണ്ട്, അവർക്ക് വേണ്ടി സമയം ചെലവുക, അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക, അവരോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നൊക്കെയുള്ളത് വലിയ പുണ്യമായിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒരു ഭാര്യ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പുറത്തുള്ളവരോട് അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നവരോട്, ഇന്നലെ പരിചയപ്പെട്ടവരോട് നല്ല രീതിയിൽ പെരുമാറാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ, ആളുകളെ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിന് ഉടമയാണെന്ന് പറയിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. പക്ഷേ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നിരന്തരമായി നമ്മൾ വർത്തിക്കുമ്പോൾ, നിരന്തരമായി ഭാര്യയുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ആ ഭാര്യക്കാണ് എന്ത് സാധിക്കുക? ആ ഭർത്താവ് എങ്ങനെയുള്ളവനാണ്, ആ ഭാര്യ എങ്ങനെയുള്ളവനാണ് പരസ്പരം തിരിച്ചറിയുക. ഇവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയുടെ അവസ്ഥ എന്താ? നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ തൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. ഭാര്യമാരെ അടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ല, മറിച്ച് അവരോട് ഏറ്റവും നന്നായി പെരുമാറുക. അവർ തങ്ങളുടെ വീടുകളിൽ രാജ്ഞിമാർ എന്ന ഒരു പദപ്രയോഗം കൂടി പ്രവാചകൻ പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഭാര്യമാരാരാ? നമ്മുടെ വീട്ടിലെ രാജ്ഞിമാരാണ്. അപ്പോൾ അവരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നും പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവരുടെ സ്ഥാനം എത്രയാണ്. അതുപോലെ പഴയ കാലത്ത് അപ്പോൾ സ്ത്രീകളോട് ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ പ്രവാചകൻ്റെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് സ്ത്രീകളെന്തായി, ആളുകളെന്തായി, നല്ല പെരുമാറുകയും നല്ല രീതിക്ക് ചെയ്യുമ്പോൾ അവർ എതിർ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, ഭർത്താക്കന്മാർക്ക് എതിർ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അവരെ ചെറിയ രീതിയിൽ അടിക്കാൻ, അതായത് വലിയ രീതിയില്ല, മറിച്ച് ടവൽ കൊണ്ടുപോലെ അടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു തട്ടം കൊണ്ട് അടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് കൊണ്ടുമല്ല അടിക്കുന്നത് പോലെയുള്ള വിധങ്ങൾ. അതായത് തൻ്റെ ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല, തൻ്റെ ഭർത്താവിന് തൻ്റെ മകൾക്ക് അത് തൻ്റെ പിതാവിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ തോന്നുന്നത് പോലെ അല്ല, ചെറിയ രീതിയിലുള്ള അടികൾ. അപ്പോൾ പ്രവാചകൻ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, 7 വയസ്സാകാൻ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ അവർ അടിക്കുകയും വേണം. എന്ന് വെച്ചാൽ നമ്മളെ ദേഷ്യം തീർക്കാനും നമ്മളുടെ ഈ ബലം കാണിക്കാൻ വേണ്ടിയുള്ള അടിയല്ല, മറിച്ച് ചെറിയ രീതിയിൽ അവർക്കത് മനസ്സിൽ തോന്നാൻ വേണ്ടി ഉള്ള ചെറിയ രീതിയിലുള്ള ശിക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് വന്നിട്ട് പോലും പ്രവാചകൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്നു, ഒരുപാട് 70ഓളം സ്ത്രീകൾ വന്നിട്ട് പരാതി പറഞ്ഞു ഇങ്ങനെ ഭർത്താക്കന്മാർ അടിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞത് ഒരു ഖൈറും, അങ്ങനെയുള്ള അടിച്ച പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയുള്ള അടിച്ചിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ പരാതിയുമായി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർ അങ്ങനെ ചെയ്തവർ, ആ സ്ത്രീകളെ മർദ്ദിച്ചവരിൽ യാതൊരു ഖൈറുമില്ല, യാതൊരു നന്മയുമില്ല എന്ന രീതിയിൽ ശക്തമായി പ്രവാചകൻ അതിനെ വിരോധിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഏറ്റവും നല്ല മനുഷ്യനാരാ? ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവൻ. അതുപോലെ നിങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി അവർ നിങ്ങളുടെ സമ്പത്തോ സമയമോ എല്ലാം ചെലവഴിക്കുകയും സഹോദരിമാരെ നോക്കുകയും ഒക്കെ ചെയ്യണമെന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഈ ഫെമിനിസ്റ്റുകൾ, ശത്രുക്കളായ ആളുകൾ പറയുന്നത് പോലെ, ഈ ശത്രുക്കൾ പറയുന്നിടത്ത് നോക്കുന്ന പോലും നമ്മൾ അവിടെ കാണുന്ന എന്താ? അവരുടെ മാനേജറുടെ അടുത്ത്, അവരുടെ ബോസിൻ്റെ അടുത്തൊക്കെ എങ്ങനെ അവർ പെരുമാറണം, ആ സ്ത്രീകൾ എങ്ങനെ നിൽക്കണം, എങ്ങനെയാണ് അവർ വിറപ്പിക്കുന്നത്. പല ഓഫീസിലും പല സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ പറയുന്ന പരാതികൾ എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിഷമമായി പോകും. അവർ പ്രയാസപ്പെടുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നേരെ മറിച്ച് ഇസ്ലാമിലെ സ്ത്രീകൾ അവർ ജോലിക്ക് പോകുന്നെങ്കിൽ പോലും, ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഈ സമൂഹത്തിൽ പലരും ജോലിക്ക് പോകുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നെങ്കിൽ പോലും അവരുടെ സമ്പത്ത് അവർക്ക് ആവശ്യമുള്ളത് ചെലവഴിക്കാം. അവരുടെ വസ്ത്രവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവർക്ക് അസുഖം വന്നല്ല ശുശ്രൂഷകൾ, ഇങ്ങനെയുള്ള മുഴുവൻ സമ്പത്തും മുഴുവൻ ചെലവുകളും, സ്ത്രീയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഒരു പുരുഷൻ്റെ ബാധ്യതയാണ്. ഭർത്താവാണെങ്കിൽ ഭർത്താവിനാണ്, പിതാവാണെങ്കിൽ പിതാവിനാണ്, സഹോദരന്മാർക്കാണ്, ആ സഹോദരനാണ് ബാധ്യത. അല്ലാതെ സ്ത്രീകൾക്ക് യാതൊരു ബാധ്യതയും അവരുടെ ചെലവിൻ്റെ കാര്യത്തിലില്ല. അതൊക്കെ ബാധ്യതകൾ പുരുഷനാണ് എല്ലാ കാര്യവും അവരെ നോക്കുകയും ശുശ്രൂഷിക്കുകയും ചെലവിന് കൊടുക്കുകയും നോക്കുകയൊക്കെ ചെയ്യേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും യഥേഷ്ടം പകർത്താനും ധൈര്യസമേതം അത് ഉച്ചയോടെ ജനങ്ങളോട് ഉച്ചസ്വരത്തിൽ അത് പ്രഖ്യാപിക്കാനും നമുക്ക് സാധിക്കട്ടെ. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.